കുട്ടനാട് വെറുമൊരു മണ്ണല്ല. ചുട്ടനാട്, കരിഞ്ഞുണങ്ങി, പിന്നീട് കായലിൽ നിന്ന് മലയാളി ജീവിക്കാൻ വെട്ടിയെടുത്ത വിസ്മയമാണ് ഈ നാട്. കുട്ടൻ എന്നാൽ ചെളിയെന്നും ചുട്ടനാടെന്നും അർത്ഥമുള്ള ഈ മണ്ണിൽ കൃഷി ഇറക്കുക എന്നത് ഒരു വലിയ കലയാണ്. സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ വിരലിലെണ്ണാവുന്ന അത്ഭുതങ്ങളിലൊന്നാണിത്. പഴുക്കാനില, മീനച്ചിൽ, കൊടു, മീനന്തറ എന്നീ 3 നദികൾ വന്ന് സംഗമിക്കുന്ന ഈ ഡെൽറ്റ പ്രദേശം കർഷകരുടെ ചോറാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മുടെ പഴുക്കാനില വലിയ സങ്കടത്തിലായിരുന്നു. അമിതമായ എക്കലടിഞ്ഞ് കായലിൻ്റെ ആഴം കുറഞ്ഞു. പ്രളയം വരുമ്പോൾ ബണ്ടുകൾ തകർന്ന് കൃഷി നശിക്കുന്നത് പതിവായി. ആധുനിക യന്ത്രങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാതെ നമ്മുടെ ആളുകൾ നിസ്സഹായരായി നിന്ന ഒരു കാലമുണ്ടായിരുന്നു. നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ ശ്വാസം അടക്കിപ്പിടിച്ച് കായലിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് പോകുമായിരുന്നു. അവിടുന്ന് വെട്ടിയെടുത്ത ഉറപ്പുള്ള കളിമൺ കട്ടകൾ കൈകൊണ്ട് പൊക്കിയെടുത്ത് ബണ്ടുകൾ പണിത ആ വിദ്യയ്ക്കാണ് കട്ടകുത്തൽ എന്ന് പറയുന്നത്. അങ്ങനെ അവർ നിർമ്മിച്ചെടുത്ത നെല്ലറയാണ് കുട്ടനാട്. എന്നാൽ കാലാവസ്ഥ വ്യതിയാനം ഭൂമിയുടെ ഘടനയെ തന്നെ മാറ്റി. ഐസ് മലകൾ ഉരുകിത്തുടങ്ങി. പ്രകൃതിക്ഷോഭങ്ങളും പ്രളയവും പതിവായി. ചൂട് കൂടി. സമുദ്രനിരപ്പ് ഉയർന്നു. കായലിൽ ചെളി അടിഞ്ഞുകൂടി. തുരുത്തുകൾ രൂപപ്പെട്ടു. കായലിന്റെ സംഭരണശേഷി കുറഞ്ഞു. തൽഫലമായി ബണ്ട് റോഡുകളുടെ അവസ്ഥ മോശമായി. ചെറിയ മഴയുടെ വെള്ളം പോലും കെട്ടിനിൽക്കുന്ന അവസ്ഥ. ജലസമ്പത്ത് കുറഞ്ഞു. വായുവും വെള്ളവും മലിനമായി. കുട്ടനാടിന്റെ ജീവിതം ദുരിതക്കയമായി. ഇന്ന് ആ പ്രയാസങ്ങളിൽ ഒരു പ്രത്യാശയുടെ വഴി കിഫ്ബി തുറക്കുകയാണ്. പഴുക്കാനിലയെ വീണ്ടെടുക്കാൻ കിഫ്ബി വഴി 107 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് വഴിയാണ് ഈ മഹാപദ്ധതി നിർവഹിക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സമാനമായ പ്രതിസന്ധികളുണ്ട്. ചിലർ പ്രകൃതി മാറ്റങ്ങളോട് പൊരുതാൻ ശ്രമിക്കുന്നു. നെതർലാൻഡ്സ് എന്ന രാജ്യത്തിന്റെ അർത്ഥം തന്നെ താഴ്ന്ന നിലം എന്നാണ്. സമുദ്രനിരപ്പിന് താഴെയുള്ള തങ്ങളുടെ ഭൂമിയെ സംരക്ഷിക്കാൻ അവർ നൂറ്റാണ്ടുകളായി കൂറ്റൻ കോൺക്രീറ്റ് മതിലുകളും യന്ത്രസാമഗ്രികളും ഉപയോഗിക്കുന്നു. വിയറ്റ്നാമിലെ മെക്കോങ് ഡെൽറ്റയും ജപ്പാനിലെ ഹച്ചിറോഗാറ്റയും യന്ത്രസഹായത്താൽ അതിജീവിക്കുമ്പോൾ പഴുക്കാനില പാരമ്പര്യവും പരിസ്ഥിതിയും ചേർത്തുവയ്ക്കുന്നു. എന്നാൽ കിഫ്ബിയുടെ പഴുക്കാനില പദ്ധതി അത്ഭുതപ്പെടുത്തുന്നത് മറ്റൊരു കാര്യത്തിലാണ്. നമ്മുടെ പൂർവികർ പഠിപ്പിച്ചു തന്ന കട്ടകുത്തൽ എന്ന വിദ്യ നമ്മളിവിടെ വീണ്ടും പ്രയോഗിക്കുന്നു. യന്ത്രങ്ങൾക്ക് പകരം കായലിലെ ചെളി തന്നെ ഉപയോഗിക്കുന്ന ഈ രീതി മണ്ണിലെ കാർബൺ പുറന്തള്ളപ്പെടാതെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഇതിനോടൊപ്പം പരിസ്ഥിതി സൗഹൃദമായ കയർ ജിയോ ടെക്സ്റ്റൈൽസ് കൂടി ചേരുന്നതോടെ ബണ്ടുകൾക്ക് ഇരട്ടി കരുത്ത് ലഭിക്കും. ഇന്ത്യയിൽ ആദ്യമായി കാർഷിക ബണ്ടുകളിൽ കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിച്ച് ബയോ ബണ്ടുകൾ നിർമ്മിക്കുന്നു. ഈ കണ്ടൽക്കാടുകൾ വഴി 4520 ടൺ കാർബൺ അന്തരീക്ഷത്തിൽ നിന്ന് ശേഖരിക്കപ്പെടും. കായലിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നതിലൂടെ 3.6 ലക്ഷം ക്യൂബിക് മീറ്റർ അധികം വെള്ളം ഉൾക്കൊള്ളാൻ നാടിന് ശേഷി കൈവരും. 27.8 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന ഈ സുരക്ഷിതമായ ബണ്ടുകൾ മികച്ച യാത്രാ സൗകര്യമുള്ള റോഡുകളായി മാറും. ആധുനിക പമ്പ് ഹൗസുകൾ വരുന്നതോടെ ജലനിയന്ത്രണം കാര്യക്ഷമമാവുകയും വർഷത്തിൽ 2 സീസൺ കൃഷി ചെയ്യാൻ കർഷകർക്ക് സാധിക്കുകയും ചെയ്യും. ആമ്പൽ ടൂറിസം, കായൽ സവാരി എന്നിവയിലൂടെ പ്രദേശവാസികൾക്ക് പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കും. കായലിന്റെ സംഭരണശേഷി വർദ്ധിക്കും. ഇത് കുടിവെള്ള ലഭ്യതയിലും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് സഹായകരമാകും. പാരമ്പര്യത്തെ കൈവിടാതെ ആധുനിക സാങ്കേതിക വിദ്യയെ കൂട്ടുപിടിച്ച് എങ്ങനെ ആഗോള വെല്ലുവിളികളെ നേരിടാം എന്ന് പഴുക്കാനിലയിലൂടെ കേരളം ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ പോവുകയാണ്. ലോകം കേരളമാകാൻ കിഫ്ബി ഉണ്ടല്ലോ.